നാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമായ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ അവന്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയുള്ള ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ സ്വർഗലോകത്തും ഇതേപോലെ ഒരുമിക്കാൻ സംഗമിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ദീർഘമായ ആയത്താണ്, അതിന്റെ പകുതി ഇൻഷാ അല്ലാഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തര സ്വത്ത് എങ്ങനെയാണ് വിഭജനം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലകും നിസ്ഫു മാ തറക അസ്വാജുകും ഇല്ലം യകുൻ ലഹുന്ന വലദ്. ഇനി നിങ്ങളുടെ ഭാര്യമാർ മരണപ്പെടും, നിങ്ങളുടെ ഭാര്യമാര് മരണപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ മക്കളില്ലാതെയാണ് ഭാര്യമാര് മരിക്കുന്നതെങ്കിൽ ആ ഭാര്യമാർ വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. പകുതി നിങ്ങൾക്കുള്ളതാണ്. എപ്പോഴാണ് പകുതി കിട്ടുക? മക്കള് ഇല്ല എങ്കിലാണ്. ഇനി മക്കളുണ്ടെങ്കിൽ അവർ വിട്ടിട്ട് പോകുന്ന സ്വത്തിന്റെ അവർ വിട്ടിട്ട് പോകുന്ന സ്വത്തിന്റെ 1/4 നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോ ഭാര്യ മരണപ്പെടുന്നു, മക്കളില്ല എങ്കിൽ ഭാര്യയുടെ പകുതി സ്വത്തിന്റെ അവകാശം ഭർത്താവിനാണ്. ഇനി അതുപോലെ തന്നെ മക്കൾ ഉണ്ടെങ്കിൽ ഭാര്യയുടെ 1/4 സ്വത്തിന്റെ അവകാശം ഭർത്താവിനുള്ളതാണ്. എപ്പോഴാണ് മിൻ ബഅദി വസിയ്യതി യൂസീന ബിഹാ ഔ ദൈൻ, ഇത് അവര് കൊടുത്തു വീട്ടാനുള്ള കടവും അതേപോലെ തന്നെ വസിയ്യത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയ്യത്തും കഴിച്ചിട്ടുള്ള സ്വത്തിൽ നിന്നിട്ടാണ് അനന്തരം എടുക്കുക. വസിയ്യത്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ വസിയ്യത്ത് സമ്പത്തിൽ നിന്ന് വസിയ്യത്ത് എഴുതുകയാണ് എങ്കിൽ അത് 1/3 കൂടുതൽ 1/3 കവിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിലെ അനന്തരാവകാശികൾക്ക് അതിൽ വിഹിതങ്ങൾ ലഭിക്കണം. അവർക്ക് കിട്ടേണ്ടുന്ന അവകാശത്തിനെ തടഞ്ഞുകൊണ്ടിട്ട് മുഴുവൻ സ്വത്തുക്കളും എന്ത് ചെയ്യാൻ പാടില്ല, വസിയ്യത്ത് പ്രകാരം എഴുതി വെക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾക്ക് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവർ അനന്തരാവകാശികളാണ്. പക്ഷെ പിതാവ് തീരുമാനിക്കുകയാണ് ഒന്നും കൊടുക്കാൻ പാടില്ല, ഒന്നും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ ഇതാ പള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നു, വഖഫ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ അകന്ന കുടുംബാദികളിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഞാനിതാ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നു. പറ്റൂല. അവിടെ നിയമമുണ്ട്. നിയമം എന്താണ്? 1/3 കൂടുതൽ വസിയത്തിൽ എഴുതി വെക്കാൻ പാടില്ല. അതാണ് വസിയത്ത് ചെയ്യുകയാണെങ്കിൽ 1/3 കൂടുതൽ ചെയ്യാൻ പറ്റുകയില്ല. അത് നിയമം അനുവദിക്കുന്നില്ല, ശരീഅത്തിന്റെ നിയമം അനുവദിക്കുന്നില്ല. കാരണം പിതാവിന്റെ സ്വത്തിൽ അവകാശികൾ ഉണ്ടായിരിക്കെ അവർക്ക് ലഭിക്കേണ്ടുന്ന വിഹിതത്തിന് വസിയത്തിലൂടെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നൽകാൻ കഴിയുകയില്ല, മൊത്തമായി നൽകാൻ കഴിയുകയില്ല. അഥവാ എങ്ങാനും വസിയത്ത് ചെയ്യുകയാണ് എങ്കിൽ മദ്രസകൾക്കോ അതുപോലെ തന്നെ പള്ളികൾക്കോ അതുപോലെ തന്നെ അഗതികൾക്കോ അല്ലെങ്കിൽ വിധവകൾക്കോ അല്ലെങ്കിൽ അനാഥകൾക്കോ തന്റെ വസിയത്തിലൂടെ അവർക്ക് വസിയത്തിലൂടെ വിഹിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1/3 വസ്തു ആകെ സ്വത്തിന്റെ 1/3 നിന്ന് മാത്രമേ സാധുവാകൂ. അപ്പൊ എങ്ങനെയാണെങ്കിലും അനന്തരാവകാശികൾ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് വസിയ്യത്തിന്റെ വിഷയവും മറ്റൊന്ന് കടത്തിന്റെ വിഷയവും. രണ്ടാമത്തത് പറയുന്നു, വലഹുന്ന റുബഉ മിമ്മാ തറക്തും ഇല്ലം യകുൻ ലകും വലദുൻ. ഇനി ഭർത്താവാണ് മരണപ്പെടുന്നത്, നിങ്ങൾക്ക് മക്കളില്ലാത്ത നിലയിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കത് മക്കളില്ല, ഭാര്യയേ ഉള്ളൂ,
അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിൽ ഒന്ന് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. 4/1 സ്വത്തിന്റെ സ്വത്തിന്റെ 1/4 ഭാഗം അത് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. എപ്പോഴാണ്? മക്കൾ ഇല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ. ഇനി നേരെ മറിച്ച് ഇനി നിങ്ങൾ മരണപ്പെടുന്നു, നിങ്ങൾക്ക് മക്കളുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന വിഹിതം എത്രയാണ്? നിങ്ങൾ വിട്ടിട്ട് പോയ സ്വത്തിന്റെ 8/1 ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ്. മക്കളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 8/1, മക്കളില്ല എങ്കിൽ ഭാര്യയ്ക്ക് 4/1 സ്വത്തിന്റെ വിഹിതം ലഭിക്കുന്നതാണ്. അതും മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ, നിങ്ങളുടെ കടവും അതുപോലെ തന്നെ നിങ്ങളുടെ വസിയ്യത്തും കഴിഞ്ഞതിന് ശേഷമാണ് അവർ അനന്തരം എടുക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ കേട്ടത് 2 നിയമമാണ്. ഒന്ന് ഭാര്യയ്ക്ക് കിട്ടുന്നതും മറ്റൊന്ന് ഭർത്താവിന് കിട്ടുന്നതും. ഭാര്യയാണ് മരണപ്പെടുമ്പോ മക്കളില്ല എങ്കിൽ ഭർത്താവിന് എത്ര കിട്ടും? പകുതി കിട്ടും. നേരെ മറിച്ച് ഇനി മക്കൾ ഉണ്ടെങ്കിൽ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് എത്ര കിട്ടും? 4/1 കിട്ടും. ഇനി അതുപോലെ തന്നെ നേരെ തിരിച്ച് ഭർത്താവാണ് മരണപ്പെടുന്നത്, മക്കളില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്ര കിട്ടും? 4/1 കിട്ടും. മക്കളുണ്ടെങ്കിൽ 8/1 ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി